ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 42ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2025 റംസാർ പുരസ്കാരത്തിൽ വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കിടേശൻ. 2025 റംസാർ പുരസ്കാരത്തിൽ വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജയശ്രീ വെങ്കടേശൻ. റംസാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ജയശ്രീ വെങ്കടേശൻ. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനായി സമർപ്പിതരായ വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നതിനായിട്ടാണ് റംസാർ പുരസ്കാരങ്ങൾ നൽകുന്നത്. 2025 റംസാർ പുരസ്കാരത്തിൽ വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശൻ. റംസാർ പുരസ്കാരത്തിൽ വെറ്റ്ലാൻഡ് വൈസ് യൂസ് വിഭാഗത്തിലെ പുരസ്കാരമാണ് ജയശ്രീ വെങ്കടേശന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശൻ എന്ന് പറയുന്നത്. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനായി സമർപ്പിതരായ വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുന്നതിനാണ് റംസാർ പുരസ്കാരങ്ങൾ നൽകുന്നത്. കെ അക്ടെക് ലോഞ്ച് പാഡ് ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നത് വെള്ളായണിയിലെ കോളേജ് ഓഫ് അഗ്രികൾച്ചറിലാണ്. കെ അക്ടെക് ലോഞ്ച് പാഡ് ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലാണ്. കാർഷിക ഭക്ഷ്യമേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ സഹായിക്കുന്നതിനായിട്ടാണ് ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നത്. കെ അക്ടെക് ലോഞ്ച് പാഡ് ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതിക സഹായം, സാമ്പത്തിക സഹായം, ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതിനുള്ള സഹായം എന്നിവയാണ് ഇതിലൂടെ നൽകുന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ് കെ കൊച്ച്. 2025 മാർച്ചിൽ അന്തരിച്ച ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ് കെ കൊച്ച്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദളിതൻ. 2025 മാർച്ചിൽ അന്തരിച്ച ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ് കെ കൊച്ച്. കെ കൊച്ചിന്റെ ആത്മകഥയുടെ പേരാണ് ദളിതൻ. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീരയാണ്. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. 2004 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനുവുമാണ്. 2024 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീര. ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്വാട്ടിമാലയാണ്. ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്വാട്ടിമാല. 2025 ലോക വൃക്ക ദിനം ആചരിച്ച ദിവസം മാർച്ച് 13 2025 ലോക വൃക്ക ദിനം ആചരിച്ചത് 2025 മാർച്ച് 13 മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കാറുള്ളത്. മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കാറുള്ളത്. 2025 ലോക വൃക്ക ദിനമായി ആചരിച്ചത് മാർച്ച് 13. 2025 ലോക വൃക്ക ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നതാണ്. ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നതാണ് 2025 ലോക വൃക്ക ദിനത്തിന്റെ പ്രമേയമായിരുന്നത്.
ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺസ്റ്റാന്റിനോസ് ടാസുലസ് ആണ്. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺസ്റ്റാന്റിനോസ് ടാസുലസ് ആണ്. കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ തയ്യാറാക്കിയ വരൾച്ചാ മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. 2025 മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനമാണ് കാങ്കർ വാലി ദേശീയോദ്യാനം. 2025 മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനമാണ് കാങ്കർ വാലി ദേശീയോദ്യാനം. കാങ്കർ വാലി ദേശീയോദ്യാനം ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന 37ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന 37ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളമാണ്. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലാത്ത ചിത്രമാണ് എമിലിയ പെരസ്. ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷേതര ചിത്രമാണ് എമിലിയ പെരസ്. ഇന്ത്യയിൽ ആദ്യമായി കോളേജ് ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായി കോളേജ് ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. ബാങ്കിംഗ് സേവനത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഘോഷിച്ച 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമായിരുന്നത് സാമ്പത്തിക സാക്ഷരത, സ്ത്രീ സമൃദ്ധി എന്നതാണ്. ബാങ്കിംഗ് സേവനത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഘോഷിച്ച 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം സാമ്പത്തിക സാക്ഷരത, സ്ത്രീ സമൃദ്ധി എന്നതാണ്. മ്യാൻമാർ അതിർത്തിക്ക് സമീപം ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ വിന്യസിച്ച രാജ്യം ചൈനയാണ്. മ്യാൻമാർ അതിർത്തിക്ക് സമീപം ശക്തമായ ഒരു ലാർജ് ഫേസ്ഡ് അറേ റഡാർ വിന്യസിച്ച രാജ്യം ചൈന. BBC-യുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ ആണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ ആണ്. 2025 ഫെബ്രുവരി ഫ്രാൻസിലെ ലാ റിയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഗാരൻസ്. 2025 ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ ലാ റിയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഗാരൻസ്. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. 2025 മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം പര്യവേക്ഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻഡ്യൂട്ടീവ് മെഷീൻസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡറാണ് അഥീന. 2025 മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം
പര്യവേക്ഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻഡ്യൂറ്റീവ് മെഷീൻസ് വിക്ഷേപിച്ച ചന്ദ്ര ലാൻഡറാണ് അഥീന. സോഫ്റ്റ് ലാൻഡിംഗിലെ പിഴവുകളും പേടകം ശരിയായി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ഈ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാടാണ്. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരമായി തമിഴ് ലിപി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് കൂട്ടിച്ചേർത്തത്. സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം തമിഴ്നാടാണ്. ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം ആചരിക്കുന്നത് മാർച്ച് 14 നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം ആചരിക്കുന്നത് മാർച്ച് 14 2025 നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനത്തിന്റെ പ്രമേയം നമ്മുടെ നദികൾ നമ്മുടെ ഭാവി എന്നതാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഓ മിസോറാം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് RS ഭാസ്കർ ആണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഓ മിസോറാം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് RS ഭാസ്കർ ആണ്. ഹേ മിസോറാം എന്നാണ് കൊങ്കണി ഭാഷയിലുള്ള പുസ്തകത്തിന്റെ പേര്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഓ മിസോറാം കൊങ്കണി ഭാഷയിലേക്ക് ഹേ മിസോറാം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് RS ഭാസ്കർ ആണ്.